25 പ്ലസ് 20 ഹോൾ സ്ക്വയർ കുറയ്ക്കണം 25 മൈനസ് 20 ഹോൾ സ്ക്വയർ. 25 പ്ലസ് 20 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാണ്. 25 പ്ലസ് 20 ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാണ്. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഇതുപോലെ 25 മൈനസ് 20 ഹോൾ സ്ക്വയർ എന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റി പോലെയാണ്. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയണത് ഇതിന്ന് ഇത് കുറയ്ക്കണം എന്നാണ് പറയണത്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ നമ്മളത് കുറയ്ക്കുക. വലതുവശങ്ങൾ രണ്ട് ഐഡൻറ്റിറ്റിയും വലതുവശങ്ങൾ കുറയ്ക്കുക. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അതും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഈ ഒന്നാമത്തേത് രണ്ടാമത്തെ കുറയ്ക്കണം. കണക്കിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏതാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. കണക്കിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏതാണോ കുറയ്ക്കണത് അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ ഇതാണ് മുകളിൽ എഴുതിയിരുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. കുറയ്ക്കേണ്ടത് താഴെ എഴുതിയതാണ്. കുറയ്ക്കേണ്ടത് താഴെ എഴുതിയത് അതിൻ്റെ മുഴുവൻ ചിഹ്നം മാറ്റി എഴുതണം. അതായത് സങ്കലന വിപരീതം എഴുതണം. ഇത് പോസിറ്റീവ് എ സ്ക്വയർ ആണ്, ചിഹ്നം മാറ്റി നെഗറ്റീവ് എ സ്ക്വയർ. ഇത് പ്ലസ് ബി സ്ക്വയർ ആണ്, ചിഹ്നം മാറ്റി മൈനസ് ബി സ്ക്വയർ. ഇത് മൈനസ് 2ab ആണ്, ചിഹ്നം മാറ്റി പ്ലസ് 2ab. എന്നിട്ട് കുറയ്ക്കണതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ചിഹ്നം മാറ്റി എഴുതി ഇനി കൂട്ടുക. കൂട്ടുമ്പോൾ പോസിറ്റീവ് എ സ്ക്വയറും നെഗറ്റീവ് എ സ്ക്വയറും കൂട്ടിയാൽ 0 പോയി. പോസിറ്റീവ് ബി സ്ക്വയർ നെഗറ്റീവ് ബി സ്ക്വയർ കൂട്ടിയാലും 0. 2abയും 2abയും കൂട്ടിയാൽ 4ab. അപ്പം നമുക്കൊരു പുതിയ ഒരു ഐഡൻറ്റിറ്റി കിട്ടി. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയണത് എന്തിന് തുല്യമാണ്? 4abക്ക് തുല്യമാണ്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ 4abയിൽ വില കൊടുത്താൽ മതി. 4 ഇൻറ്റു എയും ബിയും എന്താ? 25ഉം 20ഉമാണ്. അപ്പോൾ 4 ഇൻറ്റു 25 ഇൻറ്റു 20 4 25 100. 20 കൊണ്ട് 100 കുടിച്ചാൽ ഉത്തരം 2000.